ഒത്തിരി താമസിച്ചാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുൻപ് തന്നെ അമ്മ വാതിൽ തുറന്നു. ഞാൻ റൂമിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ നിന്നതും അമ്മയുടെ വിളി വന്നു. ആദി. എന്താ അമ്മേ? നീ ഇന്ന് വൈകിട്ട് പറഞ്ഞതൊക്കെ കാര്യമായിട്ടാണോ? പിന്നല്ലാതെ അമ്മയ്ക്ക് അതൊക്കെ കേട്ടിട്ട് തമാശയായിട്ടാണ് തോന്നിയത്. എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. എന്തിന്? ഈ കാര്യം ഞാൻ ഇതുവരെ അവളോട് പോലും തുറന്നു പറഞ്ഞിട്ടില്ല. ആദി, വളച്ചു കെട്ടില്ല എന്ന് ഞാൻ കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഈ കാര്യത്തിൽ എതിർപ്പുണ്ട്. ചന്തുവിനെ എൻ്റെ മരുമകളാക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അമ്മേ, കളിക്കല്ലേ. ഞാനും തമാശിച്ചതല്ല ആദി, സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അമ്മയ്ക്കെന്താ ഇപ്പോൾ ഒരു മനം മാറ്റം? നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആ, അതൊക്കെ അപ്പോഴല്ലേ, മനുഷ്യനല്ലേ, എപ്പോഴാ മനസ്സ് മാറുന്നത് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. എന്നെ ദേഷ്യം പിടിപ്പിക്കാതൊന്ന് പറയുന്നുണ്ടോ? ദേഷ്യത്തിൽ അമ്മയുടെ നേരെ അങ്ങനെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എല്ലാം എറിഞ്ഞു പൊട്ടിച്ചു. അമ്മയുടെ സംസാരമൊക്കെ കേട്ടിട്ട് വാവയോ ഒരു നിമിഷം നഷ്ടപ്പെടുമോ എന്ന് വരെ തോന്നി. എല്ലാം കൊണ്ടും പെരുത്ത് കയറി കലിപ്പിൻ്റെ മുൾമുനയിലെത്തിയപ്പോഴാണ് അവിടെ വെച്ചിരുന്ന ഫ്ലവർ വേസൊക്കെ പൊട്ടിച്ചത്. ആദി, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ഇല്ല, എനിക്കറിയണം അമ്മയുടെ മാറ്റത്തിൻ്റെ കാരണം. പറയാൻ. ദേഷ്യത്തോടെ അമ്മയോട് അലറിക്കൊണ്ട് ചോദിച്ചതും ഇവിടുത്തെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കാം പപ്പ ഞങ്ങൾക്കിടയിലേക്ക് കയറി വന്നത്. ആദി, എന്താ ഇതൊക്കെ? നിനക്കെന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയത്? പപ്പയുടെ ഭാര്യയ്ക്കാ. ആണോ ഭാര്യയെ? നിനക്കെന്താടി പറ്റിയേ? എനിക്കെന്ത് പറ്റാനാ? ചന്തുമോളെ എൻ്റെ മരുമോളാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനാ അവൻ ഇവിടെ കിടന്നോൻ കീറി പൊളിക്കുന്നേ. പപ്പ എന്നെ ഒരു നിമിഷം നോക്കിയിട്ട് അമ്മയുടെ നേരെ തിരിഞ്ഞു. അപ്പം മരുമകളാക്കാൻ പറ്റില്ല അല്ലേ? അപ്പം പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? പപ്പ അമ്മയെ ചേർത്ത് പിടിച്ച് അങ്ങനെ ചോദിച്ച് രണ്ടുപേരും മുഖാമുഖം നോക്കി നിന്ന് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആദ്യം അവരുടെ ഭാവമാറ്റം കണ്ട അമ്പരപ്പുണ്ടായെങ്കിലും പിന്നെ രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിച്ചതാണെന്ന് അറിഞ്ഞതോടെ എനിക്ക് വീണ്ടും ദേഷ്യം വന്ന് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസിനെയും എടുത്ത് പൊട്ടിച്ച് ഞാൻ റൂമിലേക്ക് പോയി. ഞാൻ ഫ്രഷായി ബെഡിലേക്ക് കയറി കിടന്നതും താഴെ നടന്നതൊക്കെ ആലോചിച്ച് എനിക്ക് തന്നെ ചിരി വന്നു. പിന്നെ ഫോണെടുത്ത് ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി കിടന്നു. കുറച്ച് കഴിഞ്ഞതും ഡോറ് തുറന്ന് പപ്പയും അമ്മയും അകത്തേക്ക് വന്ന് എനിക്കരികിലേക്കിരുന്നു. ഞാൻ അവരെ രണ്ടുപേരെയും നോക്കിയിട്ട് മുഖം തിരിച്ചു. മോനെ ആദി, എന്നോട് പിണക്കാണോ? ഞാനൊന്നും മിണ്ടിയില്ല. ആണി, അവന് പിണങ്ങിയിരിക്കുക. നാളെ ചന്തുമോളുടെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിക്കുമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോൾ ഇവൻ്റെ പിണക്കമൊക്കെ മാറിയിട്ട് പോകുന്നതല്ലേ നല്ലത്. ആ, അവന് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അതുമല്ല, അമ്മുക്കുട്ടി പറഞ്ഞിരുന്നു ജാതകത്തിൽ ചന്തുമോളുടെ കല്യാണ യോഗം 21-ാം വയസ്സിലാണെന്ന്. ഇപ്പോഴാണ് മോൾക്ക് 21 വയസ്സാകാറായി. ഇനിയിപ്പോൾ നല്ല ആലോചന വല്ലതും വന്നാൽ ചിലപ്പോൾ അവർ ഉറപ്പിക്കും. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരെ അങ്ങനെ ഒരു ആലോചനയും അവളെ തേടി വരില്ല. ഓ, അങ്ങനെ വല്ലത് ഉറപ്പിച്ചാലേ അന്ന് ഇതുപോലെ ഇവിടെ കിടന്ന ദേഷ്യമൊക്കെ ഫ്ലവർ വേസിനോട് തീർത്താൽ മതിയല്ലോ. രണ്ടുപേരുടെയും സംഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി എന്നെ കൊണ്ട് മിണ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനൊരു ചിരിയോടെ അമ്മയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അമ്മേ, നമ്മളെപ്പോഴാണ് നാളെ പോകുന്നേ? എവിടെയെന്നോ? പപ്പയുടെ ചോദ്യം കേട്ട് ഞാൻ മുഖം ഉയർത്തി നോക്കി. പപ്പയെ കണ്ണുരുട്ടി പേടിപ്പിച്ചതും പപ്പ ഒരു ചെറുചിരിയോടെ എൻ്റെ തലക്കിട്ടൊരു കൊട്ട് തന്നു. നാളെ രാവിലെ തന്നെ പോകണമിടാ. പിന്നെ പപ്പയും അമ്മയും ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങി. അതൊക്കെ കേട്ട് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ എപ്പോഴും അതൊക്കെ ഞാനും രസിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീണു. ഇന്ന് മുത്തശ്ശൻ്റെ പിറന്നാളായതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനും മുത്തശ്ശിയും അമ്പലത്തിലേക്ക് പോയി. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കാറ് കണ്ടത്. ഈ കാറ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ആദിയേട്ടൻ്റെ കാറല്ലേ? ഇനി പിറന്നാളായതുകൊണ്ട് അമ്മുക്കുട്ടി അവരെയൊക്കെ ക്ഷണിച്ചിരുന്നു. എന്നിട്ട് എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്താലോചിച്ചോണ്ടിരിക്കുകയാ കുട്ടിയെ? ഇതാരുടെയാ ഈ കാറ് എന്ന് ചോദിച്ച് മുത്തശ്ശി വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി. കൂടെ ഞാനും. മുത്തശ്ശിയുടെ പിറകെ വീടിനകത്തേക്ക് കയറിയതും നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ച് അല്ലയാൻറ്റിയുടെ കൈകളിൽ കോർത്തു പിടിക്കുന്ന അമ്മക്കുട്ടിയെ കണ്ടപ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നെ കണ്ടതും അമ്മ ഓടി വന്ന് എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോള് ദൈവം കൈവിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഇതെല്ലാം എൻ്റെ മോളുടെ ഭാഗ്യമാ. അമ്മക്കുട്ടി ഇതെന്തോന്നായി പറയുന്നേ? അതുമല്ല, അമ്മുക്കുട്ടി ഭയങ്കര ഹാപ്പിയാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അമ്മുക്കുട്ടിക്ക് സന്തോഷം നൽകുന്ന എന്തോ ഒന്നാണ്. എന്താ അമ്മുക്കുട്ടിയെ? എന്താ കാര്യം? ഞാൻ പറയാം അമ്മേ. അമ്മയുടെ കൊച്ചുമോളെ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിക്കാൻ വന്നതാ. അല്ലി ആൻറ്റി അങ്ങനെ പറഞ്ഞതും എൻ്റെ ഹൃദയമിടിപ്പിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന വിധത്തിലുണ്ട്. സത്യമാണോ മോളെ?
മുത്തശ്ശിയും മല്ലിയാൻറ്റി പറഞ്ഞതിൻ്റെ ഞെട്ടലായിരുന്നു. അത് സത്യമാണോ എന്നറിയാൻ മുത്തശ്ശി അമ്മുക്കുട്ടിയോട് ഒന്നുകൂടെ ചോദിച്ചപ്പോൾ അതിനു മറുപടിയായി അമ്മുക്കുട്ടി തലയാട്ടിയതോടെ എനിക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്നതൊന്നും സ്വപ്നമല്ലെന്ന്. ഈശ്വര, എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. മുത്തശ്ശി മിഴികളടച്ച് കൈതൊഴുത് പ്രാർത്ഥിച്ച് എൻ്റെ നേരെ നോക്കി കണ്ണീരൊഴുക്കി. അതേ, അമ്മ കരഞ്ഞതൊക്കെ മതി. എന്തായാലും ഇന്നൊരു നല്ല ദിവസമല്ലേ. അച്ഛൻ്റെ പിറന്നാളായതുകൊണ്ട് നമുക്കൊരു ചെറിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം. അല്ല, അമലമോൾ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ലമ്മേ, ആദിയും അശോകനുമുണ്ട്. ആദിക്ക് വേണ്ടി ചന്തുമോളെ തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ അറിയുന്നത് ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണെന്ന്. അവർ രണ്ടുപേരും സദ്യയ്ക്ക് വേണ്ടിയുള്ള ഇല വെട്ടാൻ തൊടിയിലേക്ക് അച്ഛൻ്റെ കൂടെ പോയേക്കുക. ഷോ, ഞാനാണെങ്കിൽ കുന്തം വിഴുങ്ങിയതുപോലെ ഒരു നിൽപ്പാ അല്ലിയാൻ്റെ എൻ്റെ തലയിൽ തലോടിയിട്ട്. ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോൾക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ആ ചോദ്യത്തിന് മറുപടിയായി ഞാൻ അമ്മുക്കുട്ടിയെ നോക്കി. അമ്മുക്കുട്ടി അത് കണ്ട് ചിരിയോട് അല്ലിയാൻ്റിയോട് പറഞ്ഞു, അല്ലി, ഞങ്ങളുടെ ഇഷ്ടമാ അവളുടെയും. അല്ലിയാൻ്റി ചിരിയോടെ എൻ്റെ നെറ്റിത്തടത്തിൽ ഉമ്മ നൽകി. ഞാൻ എല്ലാവരെയും നോക്കി ചിരിയോടെ തലതാഴ്ത്തി നിന്നു. അവരൊക്കെ എനിക്ക് നാണമായെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഞാനിതൊക്കെ കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലും. അപ്പോഴേക്കും ഇലവെട്ടാൻ പോയവരൊക്കെ തിരിച്ചു വന്നു. മുത്തശ്ശൻ എന്നെ കണ്ടതോടെ നിറഞ്ഞു വന്ന കണ്ണമർത്തി തുടച്ച് എന്നെ ചേർത്ത് പിടിച്ചു. മോളെല്ലാം അറിഞ്ഞല്ലോ അല്ലേ? എന്തായാലും ഇനി മാരേജിൻ്റെ കാര്യമൊക്കെ ഇന്നത്തെ ആഘോഷം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഞാനതൊക്കെ പുഞ്ചിരിയോടെ കേട്ടു നിന്നു. ആദിയേട്ടൻ്റെ ഭാഗത്തൊക്കെ പോലും നോക്കിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും സംശയമുണ്ട്, ആദിയേട്ടൻ്റെ സമ്മതത്തോടെയാണോ വിവാഹം തീരുമാനിച്ചതെന്ന്, അതോ ഇനി അല്ലിയാൻ്റിയുടെ ആഗ്രഹത്തിലാണോ? അതുമല്ല, ആ തെമ്മാടിക്ക് ഇടയ്ക്കിടയ്ക്ക് പല സ്വഭാവങ്ങളാ. അവരൊക്കെ സദ്യയുടെ ഭാഗമായി അടുക്കളയിലേക്ക് കയറിയതും ഹാളിൽ ഞാനും ആദിയേട്ടനും മാത്രമാണ്. ആ വശത്തേക്ക് നോക്കണമെന്നുണ്ടെങ്കിലും എന്തോ ഒരു ചമ്മൽ പോലെ. ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ റൂമിലേക്ക് പോയി. ബാത്റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ എത്ര വട്ടം മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ടും കുറച്ചു മുന്നേ നടന്നതൊക്കെ എൻ്റെ തലച്ചോറിലൂടെ ചുറ്റിത്തിരിയാൻ തുടങ്ങി. ഇവിടെ ഇപ്പോൾ നടന്നത് എൻ്റെ പെണ്ണുകാണലാണ്. അത് കഴിഞ്ഞ മാരേജ്, പിന്നെ ഞാൻ ആദിയേട്ടൻ്റെ ഭാര്യ. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു നാണം വന്നു എന്നെ മൂടുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ വേഗം കണ്ണുപൊത്തി നിന്നു. ടവൽ കൊണ്ട് മുഖം തുടിച്ച് വെളിയിലേക്ക് ഇറങ്ങിയതും ബെഡിൽ കിടന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ആദിയേട്ടനെ കണ്ടതും ശ്വാസമെടുക്കാൻ തന്നെ ഞാൻ മറന്നുപോയി. എന്നെ കണ്ടതും മൊബൈൽ പോക്കറ്റിലേക്കിട്ട ആദിയേട്ടൻ എൻ്റെ അരികിലേക്കായി വന്നു. ഞാൻ പിന്നോട്ട് ഭിത്തിയിലേക്ക് ചേർന്ന് നിന്ന് എൻ്റെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ച് നിൽക്കുന്ന ആദിയേട്ടനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഞാൻ തലകുനിച്ച് നിന്നു. പെണ്ണിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എന്തോ പോലൊക്കെ തോന്നുന്നുണ്ട്. ഉള്ള കൺട്രോളെല്ലാം അടക്കി പിടിച്ചു നിർത്തുന്ന എന്നെ സമ്മതിക്കണം. അവളാണെങ്കിൽ ഇപ്പോഴും തലതാഴ്ത്തി നിൽക്കുക. നിൽപ്പ് കണ്ടിട്ട് എന്തോ കളഞ്ഞുപോയ തപ്പുന്നതാണെന്ന് തോന്നുന്നു. കൈയൊക്കെ ധാവണി തുമ്പിൽ പിടിച്ചിട്ട് വലിക്കുക. കാതിലേക്ക് മുഖം ചേർത്ത് ഞാൻ അവളെ പ്രണയാർദ്രമായി വിളിച്ചു, വാവേ. എൻ്റെ വിളി കേട്ടതും കണ്ണുകളൊന്ന് പിടഞ്ഞു. അവൾ മിഴികൾ ഉയർത്തി എന്നെ നോക്കി. എൻ്റെ മിഴികൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ചുണ്ടുകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഒരു കൈയാൽ അവളുടെ ഇടുപ്പിലൂടെ കൈ കടത്തി എന്നിലേക്ക് ചേർത്ത് നിർത്തി മറുകൈയാൽ അവളുടെ കവിളിൽ ചേർത്ത് അവളിലേക്ക് മുഖം അടുപ്പിച്ചതും അവൾ മിഴികളടിച്ച് സ്വീകരിക്കാനെന്ന പോലെ നിന്നു. കവിളിലൊരു നേർത്ത ചുംബനം നൽകിയപ്പോൾ അവളുടെ ശ്വാസത്തിൻ്റെ ധ്വനി എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. കവിളിൽ നിന്ന് എൻ്റെ ചുണ്ടുകൾ കഴുത്തിലേക്ക് സ്ഥാനം പിടിച്ചതും എൻ്റെ മൊബൈൽ റിങ് ചെയ്തു. മൊബൈലിലെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് ശ്വാസമെടുത്ത് എന്നിൽ നിന്ന് അകന്നു മാറി. ഏത് പന്ന മോനാണോ ഈ നേരത്ത് വിളിച്ചത്? ദേഷ്യത്തിൽ വിളിച്ചതാരാണെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി അനസാണെന്ന്. ഫോണെടുത്ത പാടെ അവനെ ഇങ്ങോട്ടെന്തെങ്കിലും പറയാൻ അനുവദിക്കാതെ ഞാൻ അവനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് കോള് കട്ടാക്കി. അവളാണ് എന്നെ എന്തോ അത്ഭുത ജീവിയെപ്പോലെ നോക്കി നിൽക്കുക. ഡി, എന്ത് നോക്കി നിൽക്കുക? അവിടെ നിന്ന് വായി നോക്കാതെ ഇങ്ങ് വന്നേ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ കണ്ണും പിടിച്ച് എന്നെ നോക്കി നിൽക്കുക കുരുപ്പ്. പിന്നെ ഒന്നും നോക്കിയില്ല. അവളുടെ കൈ പിടിച്ച് കട്ടിലേക്കിരുത്തി. അവൾക്കരികിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ കാൽപാദം എൻ്റെ തുടയിൽ വെച്ചതും അവൾ കാൽ വലിക്കാൻ തുടങ്ങി. ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കിയതും പൂച്ചക്കുഞ്ഞായി മാറി. പോക്കറ്റിൽ നിന്ന് വെള്ളിക്കൊലിസെടുത്ത് ഇരു കാലിലും ഇട്ടുകൊടുത്തു. കൂടെ ആ കാലിൽ ഞാൻ അമർത്തി ചുംബിച്ചു. വാവേ, നിന്റെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളുണ്ടെന്നറിയാം. അതൊക്കെ കല്യാണം കഴിഞ്ഞ് ഞാൻ വേണ്ടതുപോലെ നിന്നെ അറിയിക്കാം. അല്ലാതെ കണ്ടവൾ പറയുന്നത് കേട്ട് പിണങ്ങാനാണ് നിന്റെ ഭാവമെങ്കിൽ എൻ്റെ വേറൊരു മുഖം നീ കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശാന്തമായ സ്വരത്തിൽ പറഞ്ഞ കാര്യം ദേഷ്യത്തിലേക്ക് വഴിമാറിയപ്പോൾ അവൾ ചെറുതായി ഒന്ന് പേടിച്ചു. അവളുടെ പേടിയാർന്ന മുഖഭാവം കണ്ടപ്പോഴൊരു കുസൃതി തോന്നി.
അവളുടെ കാലിൽ ഒരു കടി കൊടുത്തതും പെണ്ണ് ഞെട്ടി എന്നിൽ നിന്ന് കാല് മാറ്റി എന്നെ കൂർപ്പിച്ചു നോക്കി. ഞാൻ അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖം നോക്കിയെന്ന് ചിരിച്ചു. അതിനവൾ എൻ്റെ കയ്യിൽ ഒരു പിച്ച് തന്ന് വെളിയിലേക്ക് ഓടി. ഹോ എൻ്റെ മഹാദേവ, എന്തൊക്കെയാ ഇവിടെ ഇപ്പോൾ സംഭവിച്ചേ? അപ്പോൾ ഈ വെള്ളിക്കൊലുസ് എനിക്ക് വേണ്ടിയാ വാങ്ങിയതല്ലേ? എന്നിട്ട് എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? കള്ളത്തെമ്മാടി. കാലിലെ പാവാട നീക്കി 2 കാലിലെ പാദസരം നോക്കി കുറച്ചു മുൻപേ നടന്നതൊക്കെ ഓർത്തൊരു ചിരിയോടെ ഞാൻ അടുക്കളയിലേക്ക് നടന്നതും അവിടെയുള്ളവരൊക്കെ ഭയങ്കര പാചകത്തിലായിരുന്നു. കൂട്ടിന് ഞാനും കൂടി. ഊണൊക്കെ റെഡിയായതും ആദിയേട്ടനും അങ്കിളും ഞങ്ങളെല്ലാവരും ഇരുത്തി അവർ രണ്ടും കൂടെ വിളമ്പാൻ തുടങ്ങി. മുത്തശ്ശിയാണെങ്കിൽ ആദിയേട്ടനെ പിടിച്ചിരുത്തി ഊട്ടിക്കുന്ന പരിപാടിയില. അത് വേണോ മോനെ, ഇത് വേണോ, അങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് ആദിയേട്ടനെ വീർപ്പ് മുട്ടിക്കുക മുത്തശ്ശി. കൂട്ടിന് അമ്മക്കുട്ടിയുമുണ്ട്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചെറുതായി അസൂയൊക്കെ വരുന്നുണ്ട്. മുത്തശ്ശൻ അത് കണ്ട് എന്നെ കളിയാക്കുകയും ചെയ്തു. ചന്തൂട്ടിയെ, നിന്നെ ഇപ്പോൾ ആർക്കും വേണ്ടാതായെന്ന് തോന്നുന്നു. എൻ്റെ അസൂയ മനസ്സിലായത് കൊണ്ടാവണം അല്ലിയാൻ്റിയും അങ്കിളും എനിക്ക് ഓരോ ഉരുളയായി വാരി തന്നു. സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഹാളിലിരുന്ന് എൻ്റെയും ആദിയേട്ടൻ്റെയും കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനി എങ്ങനെയാ കാര്യങ്ങൾ? ആദ്യം കുട്ടികളുടെ ജാതകം നോക്കിക്കണം. ഞങ്ങൾക്കങ്ങനെ ജാതകത്തിലൊന്നും വിശ്വാസമില്ല അമ്മേ. എന്നാലും മോളെ ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ? അമ്മയ്ക്ക് അതാണ് താല്പര്യമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ അടുത്തായിട്ടൊരു സൂര്യദത്തൻ നമ്പൂതിരിയുടെ ഇല്ലമുണ്ട്. പ്രഗത്ഭനായ ജ്യോത്സ്യനാണെന്നാണ് കേട്ടറിവ്. ഇവിടെ നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതല്ലേ? നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ കുട്ടികളുടെ ജാതകം നോക്കിക്കാം. ഞാനും അദ്ദേഹത്തിൻ്റെ കാര്യം പറയാനിരിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ പോകാം. എന്തേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങിയതും ആദിയേട്ടൻ ആരും കാണാതെ എന്നെ നോക്കി സൈറ്റടിച്ച് കാറിലേക്ക് കയറിയതും ഞാൻ നാണത്താൽ ചെറുചിരിയോടെ മുഖം കുനിച്ചു. ഞാൻ റൂമിലേക്ക് സ്റ്റെപ്പ് കയറുന്നതിനിടയ്ക്കാണ് മുത്തശ്ശൻ അമ്മുക്കുട്ടിയോടും മുത്തശ്ശിയോടും നാളെ രാവിലത്തെ രാഹുകാലം എപ്പോഴാണെന്നൊക്കെ നോക്കി വയ്ക്കാൻ പറയുന്നത് കേട്ടത്. റൂമിലെത്തി അവളുമാർക്കെല്ലാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ആദ്യം അവരൊന്നും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിരുന്നില്ല. പിന്നെ എൻ്റെ മഹാദേവൻ്റെ പേര് സത്യം ചെയ്തിട്ടാണ് അവർ വിശ്വസിച്ചത്. അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പാത്തുവും അന്നമ്മയും നന്ദുവും ഇത് വെച്ച് സാധിക്കട്ടൊരു പണി കൊടുക്കണമെന്ന് ആലോചിച്ചു. പിന്നെ ശ്രീകുട്ടി ഈ അവസ്ഥയിൽ മൊബൈലൊന്നും ഉപയോഗിക്കരുതെന്നാണ് സാറിൻ്റെ ആജ്ഞ. അതിനാൽ സാറിൻ്റെ നമ്പറിൽ ഞാൻ അവളോട് പറയണേ എന്ന രീതിയിൽ കാര്യമെല്ലാം പറഞ്ഞ് മെസ്സേജ് അയച്ചു. എൻ്റെ മഹാദേവ, ഞങ്ങളുടെ ജാതകത്തിൽ ഒരു പ്രശ്നവും വരുത്തരുതേ. അടുത്ത ദിവസമായതും രാവിലെ തന്നെ മുത്തശ്ശനും അങ്കിളും ജാതകം നോക്കാൻ പോയി. ഉച്ചയായപ്പോഴാണ് തിരിച്ചെത്തിയത്. മുത്തശ്ശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ ഇനി ഞങ്ങളുടെ ജാതകം ചേർന്നില്ലെന്ന് വല്ലതും പറഞ്ഞു അയാൾ. എൻ്റെ മഹാദേവ, എന്നെ കൈവിടല്ലേ. എന്താ അദ്ദേഹം പറഞ്ഞത്? കുട്ടികളുടെ ജാതകത്തിൽ വല്ല പ്രശ്നമുണ്ടോ അച്ഛാ? ഏയ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. 10ൽ 10 പൊരുത്തമുണ്ടെന്നാ തിരുമേനി പറഞ്ഞത്. പിന്നെ അച്ഛൻ്റെ മുഖത്തിനെന്താ തെളിച്ചമില്ലാഞ്ഞേ? അത് തിരുമേനി പറഞ്ഞിരിക്കുന്നത് വിവാഹം പെട്ടെന്ന് നടത്തണമെന്നാ. പെട്ടെന്നെന്ന് പറയുമ്പോൾ ഈ വരുന്ന 2 മാസം കഴിയുമ്പോൾ മോൾക്ക് 20 വയസ്സാകും. അതിനുള്ളിൽ കല്യാണം നടത്തണമെന്നാണ് തിരുമേനി പറഞ്ഞേക്കുന്നത്. അതെന്തിപ്പോൾ അങ്ങനെ? 21-ാം വയസ്സിലല്ലേ മോൾക്ക് കല്യാണ യോഗം. അത് കഴിഞ്ഞാൽ പിന്നെ 24 അതും അദ്ദേഹം പറഞ്ഞു 21-ാം വയസ്സിൽ നടത്തുകയാണെങ്കിൽ മോൾക്ക് ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ ഫലമായി പൂജകളും വ്രതവും അമ്പലദർശനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോഴാണ് ഈ മോൾക്ക് നല്ല സമയം. അതാ അദ്ദേഹം മോളുടെ പിറന്നാളിനുള്ളിൽ തന്നെ നടത്തണമെന്ന് പറഞ്ഞത്. അല്ല, അശോക് മോൻ എന്തു പറഞ്ഞു? അശോകന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എപ്പോൾ വേണേലും നടത്താമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഈ 2 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം നടത്താം. അമ്മുക്കുട്ടി, നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മോളുടെ സമ്മതമല്ലേ വേണ്ടത്. അവളോടല്ല ആദ്യം ചോദിക്കേണ്ടത്. അവൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് നടത്താം. 3 പേരുടെയും നോട്ടം എന്നിലാണെന്ന് അറിഞ്ഞതോടെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ തലതാഴ്ത്തി നിന്നു. അവർക്ക് 3 പേർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ എതിര് നിൽക്കുന്നത്? അവരുടെ സന്തോഷമല്ലേ എൻ്റെയും. അവർക്കുള്ള മറുപടിയായി സമ്മതമെന്ന രീതിയിൽ പുഞ്ചിരിയോടെ തലയാട്ടിയതും സന്തോഷത്താൽ മുത്തശ്ശി എന്നെ പുണർന്നു. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ ഞാനതൊന്നും കേട്ടിരുന്നില്ല. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഉള്ളു മുഴുവൻ സങ്കടം കൊണ്ട് നിറയുമായിരുന്നു. ഇനി 2 മാസം കൂടിയേ ഞാൻ ഈ വീട്ടിൽ കാണൂ. എന്തോ അതോർത്തപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണു നിറഞ്ഞു. അല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്വന്തം വീടൊരു ദിനം അന്യമാകേണ്ടതാണ്. പിന്നെയെല്ലാം ഭർത്താവിനെ വീടാണ് സ്വന്തം വീടായി കാണേണ്ടത്. അവളുമാരെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എൻ്റെയും ആദിയേട്ടൻ്റെയും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇടലാണ് അവളുടെ പണി. അത് സാധിക കെട്ടൊരു പണിയും കൂടെ ആയിരുന്നു.
കാരണം അവൾമാർ ആ വീഡിയോ കോളേജ് ഗ്രൂപ്പിലേക്ക് എടുത്തിട്ട് വൈറലാക്കിയെന്നാ പറയുന്നേ. മുത്തശ്ശൻ്റെ പിറന്നാളിന് ഇവിടുന്ന് പോയതാ. പിന്നെ ആ തെമ്മാടിക്ക് ഞാൻ കണ്ടിട്ടില്ല. ചേട്ടായിസൊക്കെ വിവരമറിഞ്ഞെന്നെ കാണാൻ കോളേജിൽ വന്നിരുന്നു. ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. പാത്തുവിൻ്റെ വളയിടൽ ചടങ്ങിൽ എല്ലാ എണ്ണവും കെട്ടിപ്പെറുക്കി അവളുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. അനാർക്കലി മോഡൽ ഡ്രസ്സിട്ട് മൊഞ്ചത്തിയായാണ് പെണ്ണിൻ്റെ ഇരിപ്പ്. പിന്നെ അവളുടെ കൂടെ ഇരുന്നും കിടന്നുമൊക്കെ അപാര സെൽഫി എടുക്കലായിരുന്നു. അനസിക്കയുടെ വീടിന് ഉമ്മയും ഉപ്പയും പെങ്ങളും പിന്നെ കുറച്ച് ബന്ധുക്കാരുമൊക്കെ വന്ന് അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അവളെ കൊണ്ട് മാറ്റിപ്പിച്ച് കയ്യിൽ ഓരോ വള വീതം കമ്മലും ചെയിനും മോതിരവും ഒക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത്. അവരുടെ ബന്ധുക്കളൊക്കെ ഉള്ളത് കൊണ്ട് പാത്തു കുറച്ച് ഡീസൻ്റാണ് നിന്നത്. അവർ പോയതും പിന്നെ അവൾ പഴയ പോലെ തന്നെയായി. ശ്രീകുട്ടി ആദ്യം വരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ വന്നില്ല. പാത്തു സാറിനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര ഛർദിലായിരുന്നു. അതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയിന്ന്. അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന്. സാറ് കുറേ സോറിയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അവളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സോൾവാക്കി. പിന്നെ ഇവരുടെ എൻഗേജ്മെൻറ്റ്, അതിന് പിന്നെ ഞങ്ങൾ വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പാത്തുവിൻ്റെ 2 ഇക്കമാരിൽ ഒരാൾ ചെറുക്കന് മോതിരം ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ്. അതൊക്കെ അതിൻ്റെ രീതിക്ക് കഴിയുകയും ചെയ്തു. അങ്ങനെ പാത്തുവിൻ്റെയും അനസിക്കയുടെയും മാരേജ് 6 മാസത്തിനു ശേഷം നടത്താമെന്ന് തീരുമാനിച്ചു. എൻ്റെ എൻഗേജ്മെൻറ്റ് നടത്താമെന്നൊക്കെ ആദ്യം വിചാരിച്ചതായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ച് ഇനി നേരെ കല്യാണത്തിലോട്ടാണ്.